ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വെള്ളിയാഴ്ച എല്ലാ ആളുകളും ചുമയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്ന ഒരു ടൈം ഉണ്ടാകും. ആ ഒരു ടൈമിൽ ഒരു വീട്ടിൽ കേട്ടത് കൂട്ടക്കരച്ചിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ എന്താ പറയുക, സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയെയും അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി. എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്ന ഒരു വാർത്തയായിരുന്നു ഉണ്ടാകും. ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത് നമ്മുടെ കണ്ണൂരിൽ. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നല്ലേ, സ്വാഭാവികമായിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ എന്തായാലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക മരിച്ച സ്ത്രീ, അതായത് 30 വയസ്സുള്ള സൽമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് താമസിക്കുകയാണ്. അവർക്കൊരു കുട്ടിയുണ്ട്, 12 വയസ്സായ ഒരു മകനുണ്ട്. അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ഇവർ താമസിക്കുകയാണ്. പിന്നെ ഇവർ ഒരിക്കലും ഇവരെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി. അതായത് ഒരു 6 മാസം മുന്നേ ഇവരെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ നടന്ന് പിന്നീട് ഇവരൊക്കെ പിടിച്ചു കൊടുന്ന് വീണ്ടും ഇവർ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഭർത്താവ് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് കേൾക്കാം, ഇനി ഭർത്താവും ഭാര്യയും വീണ്ടും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെ എത്തി ഇവർ ഭാര്യയും ഭർത്താവും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുകയാണ് ഉമ്മയുടെ കൂടെ. അപ്പോൾ ഈ ഭർത്താവിൻ്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും പോകണില്ല. ആ ഭാര്യ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളും അവൾ ചെയ്ത കാര്യങ്ങളൊന്നും പോവാതെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ ദിവസം ഭർത്താവ് ഈ ഭാര്യയുടെ വീട്ടിലെത്തിയിട്ട് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയിട്ട് കൊല്ലായിരുന്നു. ഈ ഒരു ഇതന്നെ ആയിരിക്കും അയാളുടെ മനസ്സിൽ, ഈ ഒരു ദേഷ്യ സങ്കടമൊക്കെ തന്നെ ആയിരിക്കും അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊല്ലുന്ന ടൈമിൽ ഭാര്യയുടെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭാര്യയുടെ ഉമ്മ ആ മക്കളെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ ഈ ഭർത്താവ് ആ ദേഷ്യം കൊണ്ട് ആ ഉമ്മയെയും കുത്തി കൊലപ്പെടുത്തുകയാണ്. രണ്ടുപേരെ അവിടെ ഇട്ടിട്ട് കൊലപ്പെടുത്തുകയാണ്, കത്തിയോണ്ട് കുത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് അവരുടെ 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഓടി വരുന്നത്. ആ മകനും ഉമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, അവനും പരിക്കേറ്റു. അങ്ങനെ പക്ഷെ അവർ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നീട് നാട്ടുകാരൊക്കെ കൂടി ഓടിയെത്തി അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ടൈമിൽ തന്നെ അവർ 2 പേരും മരിച്ചു. അതായത് ഈ ഭാര്യയും ഭാര്യയുടെ ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയല്ല, ഒരു ജീവനാണ് ഒരു വിലയില്ലാത്ത പോലെ അങ്ങനെ പൊലിഞ്ഞു പോകുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വയനാട് അതൊരു പ്രകൃതിയുടെ ദുരന്തമാണല്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ആര് വിചാരിച്ചാലും തടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആര് വിചാരിച്ചാലും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടുമല്ല. പക്ഷെ ഇത് എന്ന് പറയുന്നതല്ലേ, നമ്മളൊരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ആ ഒരാളുടെ ജീവൻ എടുക്കാനോ നമുക്ക് ഒരു തരത്തിലുള്ള അവകാശമില്ല. ഇപ്പം നമുക്കറിയാം ആ സൽമാൻ ഭാഗത്ത് ന്യായമെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. സ്വന്തം മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സ്ത്രീ. പക്ഷെ ആ ഒരു സ്ത്രീയോട് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഉപേക്ഷിച്ചിട്ട് അവരുടെ വഴിക്ക് വിടുക അല്ലേ. ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാളെ 2 വഴിക്ക് വിടുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ വീണ്ടും ഒരുമിച്ച് പോകാൻ ആഗ്രഹമില്ലാത്ത ആളുകളെ വീണ്ടും കൂട്ടിച്ചേർത്ത് പിന്നീട് വലിയ വലിയ പ്രശ്നമുണ്ടാക്കി. ഇപ്പം കണ്ടില്ല, 2 ജീവനാണ് പൊലിഞ്ഞു പോയത്. ആ ഒരു സൽമ ചെയ്ത തെറ്റ്, പക്ഷെ ആ ഉമ്മ എന്ത് തെറ്റ് ചെയ്തു അല്ലേ. ആ ഒരു ഉമ്മ മകളെ പെടയുന്നത് കണ്ടിട്ട് മകളെ രക്ഷിക്കാൻ പോയ ഒരു ഉമ്മ, ഇന്ന് ആ ഉമ്മയും ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമായാലും അല്ലെങ്കിൽ 20-25 വയസ്സായാലും എന്തായാലും കഴിക്കണം എന്നുള്ള ഒരു അപ്പം പോലെയാണ് കല്യാണം എന്നുള്ള ഒരു വിവാഹം എന്നുള്ള ഒരു ചടങ്ങ് അല്ലേ. എന്തായാലും ഒരു പ്രായം എത്തിയാൽ അത് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ. ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കൽ തുടങ്ങും, നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ ചോദിക്കൽ തുടങ്ങും, എന്താ കല്യാണം കഴിക്കുന്നില്ല, എന്താണ് അങ്ങനെയാണ് അങ്ങനെ തുടങ്ങും. സത്യം പറഞ്ഞത് നമ്മളില്ലേ ആ ഒരു പ്രായമാകുമ്പോൾ കഴിക്കേണ്ട ഒരു സാധനമല്ല. നമുക്കത് വ്യക്തമായിട്ട് അറിയോ അല്ലെങ്കിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിത് വെറുതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ജീവിതം എന്താ പറയുക, ജീവിതകാലം മൊത്തം ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പം അവരുടെ സ്വഭാവം എന്താ പറയുക, ഒരുമിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 വഴിക്കാവുന്നതാണ് നല്ലത്. അന്ന് ഈ ഒരു സൽമ മറ്റു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്നു. ആ ഒരു ടൈമിൽ ഇവർ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഈ ഭൂമിയിലുണ്ടാവും. അവരെ വീണ്ടും ഒട്ടിച്ചേർത്ത് കൂടാൻ പറ്റാത്ത ആളുകളെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ജീവിപ്പിക്കാൻ നോക്കി. പിന്നീടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഇന്നിപ്പോൾ ആ ഒരു ജീവനില്ലാണ്ടായത്. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ ഒരു മകന്, എൻ്റെ മോനിക്ക്, അല്ലാതെ വേറെ ആർക്കും ഇതിലൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഒരു 12 വയസ്സായ ഒരു കുട്ടി അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് അവൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അവൻ്റെ വല്യമ്മയും മരണപ്പെടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും പോകാത്തൊരു കാഴ്ചയായിരിക്കില്ല. അവൻ എത്ര തന്നെ വലുതായാലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആ ഒരു ദുരന്തം അവൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അപ്പം ഇതാണ്, നമുക്ക് ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് ഇഷ്ടമില്ല യോജിച്ച് പോകാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കി 2 ആളെയും 2 വഴിക്ക് വിടുന്നതാണ് നല്ലത്. അല്ലാതെ ചേരാൻ താല്പര്യമില്ലാത്തതിന് നമ്മൾ വീണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു വീട്ടിൽ കയറി ചെന്നിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഒരു സേഫ്റ്റി ഇല്ല. നമ്മൾ പറയും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ, സ്വന്തം വീട്ടിലേക്ക് പോരേന്ന് പറയും. സ്വന്തം വീട്ടിൽ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ.
അപ്പം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒത്തു പോകാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടാളെയും രണ്ട് വഴിക്ക് വിടുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ 2 ജീവനും ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത്. കാരണം നമുക്ക് ഈ സൽമ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് ഒരിക്കലും ന്യായം പറയാൻ പറ്റില്ല. അവർ ചെയ്തത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ അവകാശമില്ലാത്തൊരു കാര്യമാണ്.